വെൽക്കം ബാക്ക് ടു ലിറ്റ് ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ദ 7 ഏജസ് ഓഫ് മാൻ ബൈ ഷേക്സ്പിയർ ആണ്. ഈ സ്പീച്ച് എടുത്തിട്ടുള്ളത് ആസ് യു ലൈക്ക് ഇറ്റ് എന്ന ഷേക്സ്പിയറിൻ്റെ പ്ലേയിൽ നിന്ന് തന്നെയാണ്. ഷേക്സ്പിയർ മനുഷ്യൻ്റെ ജീവിതത്തെ ആയി തരംതിരിച്ചിരിക്കുന്നു. ജീവിതം എന്നത് നാടകമാണെന്നും ഓരോരുത്തരും അവരുടെ റോൾസ് ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ട് കളം ഒഴിയുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റാൻസ ഷേക്സ്പിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശേഷം ഓരോ സ്റ്റേജസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നു. നമുക്ക് സ്റ്റാൻസ വൈസ് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫൻസി ആണ്. ചെറിയ കുട്ടികൾ എങ്ങനെയായിരിക്കും? എപ്പോഴും കരഞ്ഞുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഒരു കാര്യം ചെയ്യാൻ മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണ്ടി വരും. അതാണ് ഫസ്റ്റ് സ്റ്റേജായിട്ട് ഷേക്സ്പിയർ പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് ഷേക്സ്പിയർ പറയുന്നത് സ്കൂൾ ലൈഫാണ്. ഇവിടെയുള്ള കുട്ടിക്ക് സ്കൂളിൽ പോകാൻ തീരെ താല്പര്യമില്ല. അവൻ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അവന് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തീരെ താല്പര്യമില്ല. ഇങ്ങനെയാണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള സ്കൂൾ ലൈഫിനെ ഷേക്സ്പിയർ പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് യൂത്താണ്. ഒരു ലവ് റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. ഇവിടെയുള്ള യങ് മാൻ ഒരു പ്രണയത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. പ്രണയം ഒരേ സമയം വേദനയും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും ആണ്. ഇവിടുത്തെ യുവാവ് അവൻ്റെ കാമുകിയെ പറ്റിയിട്ടൊരു സോങ്ങൊക്കെ എഴുതുന്നുണ്ട്. ഇതാണ് തേർഡ് സ്റ്റേജ്. ഫോർത്ത് സ്റ്റേജ് ആയിട്ട് വരുന്നത് അഡൽഹുഡ് ആണ്. ഇവിടെ പറയുന്നത് ഒരു സോൾജിയർ ആണ്. യൂത്തിൽ നിന്ന് അഡൽഹുഡിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി മെച്യൂരിറ്റി കാണിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള സോൾജിയർ തന്നെ ഓണറിന് വേണ്ടിയിട്ട്, റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഏത് നേരം വേണമെങ്കിലും ആരോട് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. അവൻ പെട്ടെന്ന് തന്നെ ഓരോ പ്രശ്നങ്ങളിൽ പോയി ചാടുകയും തൻ്റെ ലൈഫ് തന്നെ റിസ്കിലാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഫോർത്ത് സ്റ്റേജ്. പിന്നീട് വരുന്നത് ഫിഫ്ത്ത് സ്റ്റേജ് ആണ്, മിഡിൽ ഏജ്. ഈ സമയം കുറച്ചും കൂടി ആളുകൾ ചിന്തിച്ചിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക, ഒരു ജഡ്ജിനെ പോലെ. ഇവിടെ ഷേക്സ്പിയർ പറയുന്നത് ഒരു ജഡ്ജാണ്. ജഡ്ജിൻ്റെ ലൈഫിനെ പറ്റിയിട്ടാണ്. അദ്ദേഹം സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നുള്ള അഡ്വൈസൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നു. പിന്നീട് പറയുന്നത് സിക്സ്ത് സ്റ്റേജ് ആണ്. സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ആണ്. ഈ സ്റ്റേജിൽ ആളുകൾ വീക്കായിട്ടും തിന്നായിട്ടും കാണുന്നു. ആളുകൾക്ക് ഈ സ്റ്റേജിലെത്തുമ്പോഴത്തേന് എനർജി നഷ്ടമാവുന്നു, വോയിസൊക്കെ വീക്കാവുന്നു, സംസാരിക്കുന്നതൊന്നും ക്ലിയർ ആവാത്തൊരു അവസ്ഥയിലെത്തുന്നു. ഇതാണ് സിക്സ്ത് സ്റ്റേജായിട്ട് ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളത്. സെവൻത്ത് ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഓൾഡ് ഏജ് ആണ്. ഷേക്സ്പിയർ പറയുന്നത് ഇതൊരു സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആണെന്നാണ്. ഈ സമയത്ത് കുട്ടികളെ പോലെ ആവുന്നു, വളരെ വീക്കാണ്. അതുപോലെ തന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, എല്ലാം മറന്നു പോകുന്നത്. പിന്നെ ഒരാളെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ശേഷം അവൻ അവൻ്റെ മരണത്തെ പുൽകുന്നു. ജനിച്ചത് മുതൽ അവൻ ഓരോ റോളിലൂടെ കടന്നു പോകുന്നു. കുട്ടിയായും സ്കൂൾ ബോയായും ലവറായും സോൾജിയറായും ജഡ്ജായും ഓൾഡ് ഏജിലൂടെയും ആൻഡ് ലാസ്റ്റ് എക്സ്ട്രീം ഓൾഡ് ഏജിലൂടെയും അവൻ അവൻ്റെ റോൾ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്യുന്നു. ഇത്രയാണ് ഈ സ്പീച്ചിൻ്റെ ഒരു ഷോർട്ട് സമ്മറി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.